പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി. ഇവിടെ നിന്ന് ഈ ഉടമ്പടി സാക്ഷ്യം പറയുവാനായിട്ട് അനുഗ്രഹം തന്നതിന് അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി. എൻ്റെ പേര് റൂബി. ഞാൻ പാലാ രൂപതയിൽ ചെമ്മലമറ്റം ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ മകന് ഒരു നല്ല കോഴ്സ് പാസ്സായതിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. 2022 മാർച്ച് മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിട്ട് മോൻ ACCA എന്ന് പറയുന്നൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ 12 പേപ്പറോളം പാസ്സായി. ഈ കോഴ്സ് മൊത്തം 13 പേപ്പറാണുള്ളത്. 13 പേപ്പറിൽ ഒരു പേപ്പർ അവൻ പലതവണ പിന്നീട് എഴുതി, പക്ഷേ പാസ്സാകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അവൻ 7 തവണ ആ പേപ്പർ തന്നെ എഴുതി. അത് 2 തവണയൊന്ന് ഓപ്ഷൻ പേപ്പർ മാറി എഴുതി നോക്കി, എന്നിട്ടും കിട്ടുന്നില്ലായിരുന്നു. അത് 50 മാർക്ക് വേണം പാസ് മാർക്ക്. 48 മാർക്ക് വരെയൊക്കെയാണ് കിട്ടുന്നത്. ഓരോ തവണയും എഴുതി ഏതായാലും നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ ഉപ്പും ഉടമ്പടി തൈലവും അവൻ്റെ നെറ്റിയിൽ തേച്ച് ഹോൾ ടിക്കറ്റിലൊക്കെ തേച്ച് ഉപ്പ് കൊടുത്തു വിടും. അങ്ങനെ നല്ല വിശ്വാസത്തിൽ ഇവൻ പരീക്ഷയ്ക്ക് പോയി കഴിയുമ്പം തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, കൊന്ത ചെല്ലും, അങ്ങനെ ഇരുന്നു. പക്ഷേ ഓരോ തവണ റിസൾട്ട് വരുമ്പം വിഷമം വരുമ്പം എങ്കിലും ആ ധൈര്യം കൈവിട്ടില്ല. അവസാനത്തെ പരീക്ഷ എഴുതിച്ചു വന്നേച്ചും പറഞ്ഞ് ഇപ്രാവശ്യം എന്തായാലും കിട്ടത്തില്ല, ഇതുവരെ എഴുതിയതുപോലല്ല, അതിലേക്കാളേറെ പാടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ പരീക്ഷ പാസ്സായാൽ അത് നിൻ്റെ മിടുക്കല്ല, മാതാവിൻ്റെ കൃപയാണെന്ന് നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. മാതാവ് ഈശോയും സഹായിച്ചാലല്ലാതെ ഇത്തവണ ഒരു തരത്തിലും പാസ്സാകുകയില്ല, ഞാൻ എന്നതാ എഴുതിയെന്ന് എനിക്ക് പോലും അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇരുന്നു. റിസൾട്ട് സാധാരണ എല്ലാ പ്രാവശ്യവും ഒരു തിങ്കളാഴ്ചയാണ് വരുന്നത്. അന്ന് വ്യാഴാഴ്ചയായപ്പോൾ ഇവൻ പറഞ്ഞു ഈ തിങ്കളാഴ്ച റിസൾട്ട് വരുമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അവരുടെ സൈറ്റിന് പണി തുടങ്ങുക, അതുകൊണ്ട് ശനിയാഴ്ച റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടെ മാതാവിൻ്റെ ദിവസമാണല്ലോ ശനിയാഴ്ച, ഞാൻ പള്ളിയിൽ പോയി നൊവേനയെല്ലാം വിശുദ്ധ കുർബാനയും നൊവേനയെല്ലാം കൂടിയേച്ച് തിരിച്ചു വന്ന് അപ്പോഴും ഇവൻ നല്ല സുഖമായിട്ട് ഓർക്കും. ഇവൻ നൈറ്റാണ് ജോലി, ഇപ്പം നിലവിൽ ജോലിക്ക് പോകുന്നുണ്ട്, നൈറ്റിലാണ് ജോലി. രാത്രി 3 മണിയൊക്കെ ആകും വെളുപ്പിനെ 3 മണിയൊക്കെ ആകും തിരിച്ചു വരുമ്പോൾ. അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങും. അപ്പം 10 മണിയായപ്പോഴത്തേക്ക് എനിക്ക് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവനെ വിളിച്ചു. ഒരു കല്യാണത്തിന് ഞാൻ പോകാൻ വേണ്ടി ഇരുന്നു. അതിന് മുമ്പായിട്ട് ഇവനെ വിളിച്ച് റിസൾട്ട് നോക്കാൻ പറഞ്ഞു. നോക്കേണ്ട കാര്യമില്ല, പാസ്സാകുകയല്ലോ എന്ന് ഇവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തവണ മാതാവാ നിന്നെ രക്ഷിക്കുന്നത്, അതുകൊണ്ട് എന്തായാലും നീ നോക്കാൻ പറഞ്ഞു. അവൻ നോക്കിയപ്പോൾ അവൻ പാസ്സായി. മാതാവിന് ആയിരം ആയിരം നന്ദി. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ പൊതിച്ചോറ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിനൊക്കെ സംഭാവനകൾ കൊടുക്കുകയും അവിടെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കും. പിന്നെ ഫോണിൽ കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഉടമ്പടി ധ്യാനവും ഒക്കെ ഒത്തിരി പേരോട് കാണാൻ പറയുകയും മാതാവിനെക്കുറിച്ച് പറഞ്ഞ് എല്ലാവരോടും പറയുകയും ചെയ്യും. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദി. മാതാവ് എനിക്ക് എന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അമ്മ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഏതായാലും പാസ്സാകുകയെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഏതായാലും മാതാവ് അത് അനുഗ്രഹിച്ച് ഇപ്രാവശ്യം ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ ഇപ്പം നിലവിൽ ACC അഫിലിയേറ്റ് ആണ്. മെമ്പർഷിപ്പിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഉടമ്പടി നേർച്ച വസ്തു ഉപയോഗിച്ചാണ് ഞാൻ എല്ലാ എക്സാമിനും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ് പോയത്. അങ്ങനെ മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. റൂത്ത് 2:12 നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. റുബി മാത്യു എന്ന ഈ സഹോദരി മകന് ലഭിച്ച ACCA എക്സാം പൂർണ്ണ വിജയത്തിന് വേണ്ടി അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുകയാണ്. അമ്മയും മകനും ഒരുപോലെ സൂചിപ്പിച്ചു. അത് 13
മൊഡ്യൂളുള്ള ആ പരീക്ഷയിൽ 12 കിട്ടിയിട്ട് ഒരു തീം കിട്ടുന്നതിന് വേണ്ടി 7 തവണയോളം പരീക്ഷ എഴുതി അത് ഇങ്ങനെ കിട്ടാതെ ഏറെ ക്ലേശിച്ചു കൊണ്ടിരുന്നു. അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ കരങ്ങളിൽ ക്ലേശകരമായ ഈ പരീക്ഷയെ ഏൽപ്പിച്ചു കൊടുക്കുകയും ഭാരങ്ങൾ ലഘൂകരിക്കുന്ന മാനുഷികമായ കഴിവിനാൽ സാധിക്കാത്തത് ദൈവശക്തിയാൽ നിസ്സാരമായി അനുവദിച്ചു നൽകുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സംരക്ഷണയാൽ മകൻ്റെ പരീക്ഷ വിജയിക്കുന്നതിനും മേൽഗതിയിലേക്ക് ഉയരുന്നതിനും വേണ്ടിയാണ് നിയോഗം സമർപ്പിക്കുന്നത്. അമ്മയും മോനും ഒരുപോലെ തന്നെ സൂചിപ്പിച്ചു, ഈ ഇത്തവണ പരീക്ഷ എഴുതുമ്പോൾ മുൻ വർഷങ്ങളിലും മുൻ തവണകളിലും അത് വളരെ ക്ലേശകരമായിരുന്നു, കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പുമായിരുന്നു. അപ്പോഴാണ് അമ്മ മോനോട് ചോദിക്കുന്നത്, ഇത് നീ എഴുതിയ പരീക്ഷ നിനക്കിത് ജയിക്കുമെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും നീ അമ്മ മാതാവിന് കൊടുക്കുമോ? നിൻ്റെ കഴിവിലല്ല, നിൻ്റെ ആലോചനയിലല്ല, ബൗദ്ധികമായ ശേഷിയിലല്ല, മറിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി നീ ഈ ക്രെഡിറ്റ് മാതാവിന് സമർപ്പിക്കുവാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ അവന് ജയിക്കില്ലെന്ന് ഉറപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ജയിച്ചാൽ കൃപാസനം മാതാവിൻ്റെ സംരക്ഷണം കൊണ്ട് മാത്രം കിട്ടുമെന്ന് ഏറ്റുപറയുകയാണ്. മകൻ അമ്മയുമായി ബന്ധമുള്ളതാണ്. എപ്പോഴും ഇവിടെ അമ്മ മാതാവിൻ്റെ അരികിൽ വരുന്നൊരു മകനാണ്. സ്വന്തം അമ്മയോട് ചേർന്ന് ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്ന മകനാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ വിശ്വാസമുണ്ട്. അത് ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് പോകുവാനും മകൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഉടമ്പടിയോട് ബന്ധമുള്ള മകൻ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുവാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് ആ പരീക്ഷ കഴിഞ്ഞ് ആ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അമ്മയ്ക്കറിയാമായിരുന്നു ശനിയാഴ്ച റിസൾട്ട് വരുന്നു. അമ്മയുടെ കരങ്ങളിൽ ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിച്ചുകൊണ്ട് ഈ നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ അമ്മ മാനുഷികമായി അവന് കുറവുകളുണ്ടെങ്കിലും മാനുഷികമായി അവൻ ജയിക്കുവാൻ പരിമിതികളുണ്ടെങ്കിലും ദൈവശക്തിയാൽ അവനെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുന്നതിന്, കുടുംബത്തിനൊരു അനുഗ്രഹമാകുന്നതിന് ഈ പരീക്ഷ വിജയിപ്പിച്ച് നൽകുമെന്ന്. ആ വിജയത്തിൻ്റെ സന്തോഷവും സാക്ഷ്യവുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ നമ്മോട് പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വിജയത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.